ഗ്രാമത്തിൽ അകല്യ എന്നു പേരുള്ള ഒരാൾ തന്റെ 12 വയസ്സ് മകൾ കമലയോടൊപ്പം ജീവിച്ചു വരുന്നു. അകല്യയുടെ ഭർത്താവ് സുഖദേവ് ഒരു കൃഷിക്കാരനാണ്. സുഖദേവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരുന്നു. ഒരു ദിവസം എന്തുണ്ടായെന്നാൽ സുഖദേവ് വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോൾ എന്തു പറ്റി അഹല്യ? എന്താ നീ ഇത്ര വിഷമത്തോടെ നിൽക്കുന്നത്? ചില സമയത്ത് ഈ ഗ്രാമത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് ആകെ വിഷമമാകുന്നു. നീ ഇപ്പൊ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ഗ്രാമത്തിന് സമയത്തിന് കറണ്ട് വരാറില്ല. പിന്നെ നമ്മുടെ ഗ്രാമത്ത് നല്ല റോഡും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് ഒരു നല്ല വരനെ പോലും കിട്ടുന്നില്ല. അഹല്യ, എനിക്ക് നിന്റെ എല്ലാ പ്രശ്നവും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ആലോചിക്കുന്നത് നിന്റെ ജോലിയല്ല. നമ്മുടെ ഗ്രാമത്തിന്റെ തലവനും പിന്നെ ജമീന്ദാറാണ് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. ചില സമയത്ത് നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആകെ വിഷമമാകുന്നു. നമ്മുടെ ഗ്രാമം ഒരു ഭംഗിയുള്ള മലയുടെ താഴെയാണുള്ളത്. നമ്മുടെ ഗ്രാമം വളരുകയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ ഗ്രാമത്തെ ചുറ്റിനോക്കാൻ വരും. നമ്മുടെ ഗ്രാമം വളർച്ച പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് ഈ ലോകം മൊത്തം സംസാരിക്കണം. ഇപ്പോഴെന്നെ പോലുള്ള പഠിക്കാത്ത ആള് എന്താ ചെയ്യാ അഹല്യ? മൊത്ത ഗ്രാമത്തിലും നീ മാത്രമാണ് നല്ല പഠിച്ച പെണ്ണ്. പിന്നെ അതുമാത്രല്ല, നമ്മൾ ഗ്രാമത്തിൽ ലെറ്റർ പോലും ആർക്കും പഠിക്കാൻ അറിയില്ല. കാരണം ഇന്നത്തെ കാലം മൊബൈൽ ഫോണിലല്ലേ ഉള്ളത്. മൊബൈൽ ടവർ ഇവിടെ എപ്പോഴാ വരിക? നമ്മുടെ ഗ്രാമത്തിലുള്ളവർ പഠിപ്പുള്ളവരായി മാറിയാലല്ലേ വരുള്ളൂ. പഠിക്കാത്ത കുട്ടികൾക്ക് ഞാൻ പഠിപ്പിക്കാൻ പോയാൽ പോലും ഈ ഗ്രാമ തലവനും ജമീന്ദാരും ചേർന്ന് ചൗധരി വിജയ് പ്രതാപിനും ഇത് ഇഷ്ടപ്പെടുന്നില്ല. ആകെ വിചിത്രതയുണ്ട്. നമ്മുടെ ദേശത്ത് ഇതുപോലെ ആൾക്കാരും ഉണ്ട്. ഇവിടത്തെ കുട്ടികൾ പഠിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അവരെ പറ്റി എല്ലാവർക്കും അറിയാ അഹല്യ. അവർക്കൊക്കെ നമ്മുടെ ഗ്രാമം മുന്നേറുന്നത് തീരെ താല്പര്യമില്ല. നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ പഠിക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും എന്താ വേണമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരാരും പഠിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത്. അവർക്ക് അടിമേറ്റുണ്ടാവണം. പക്ഷെ ഇനി മുതൽ ഇതൊക്കെ കണ്ടുകൊണ്ട് എന്നെ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ നഗരത്തിലേക്ക് പോയി ഗ്രാമത്തിൽ സ്കൂൾ കൊണ്ടുവരാൻ റിക്വസ്റ്റ് ഇടാൻ പോവുകയാണ്. ഗ്രാമത്തിലുള്ള എല്ലാവരോടും പറഞ്ഞ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറയാൻ പോകുന്നു. നീ ചെയ്യാൻ പോകുന്ന ജോലിയിൽ എപ്പോഴും ഞാൻ സഹായിക്കാം അഹല്യ. ഞാൻ മറ്റുള്ള ഭർത്താവുമാരി നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറില്ല അഹല്യ. എനിക്ക് ഇന്നാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടുമോ ഇല്ലേ? അവരുടെ ഭർത്താവ് പറഞ്ഞത് കേട്ടിട്ട് അകല്യ ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞെന്നാൽ, എന്തുകൊണ്ട് ആഹാരം തരാത്തെ? നിങ്ങളുടെ മകൾ കമല നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ മകൾ കമല നിങ്ങളില്ലാതെ ആഹാരം കഴിക്കില്ലെന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് അകല്യ തന്റെ ഭർത്താവിന്റെ മുൻപിൽ ആഹാരം കൊണ്ടുവന്ന് വെച്ചു. സുഖദേവ് തന്റെ മകൾ കമലയോടൊപ്പം ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ അകല്യ തന്റെ ഗ്രാമത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം രാവിലെ നേരെ അകല്യ നഗരത്തിലേക്ക് ചെന്നു. അവിടെ കളക്ടറിനെ കാണാൻ ചെന്നു. അകല്യ പറഞ്ഞത് കേട്ടിട്ട് ഒരു പെൺ കളക്ടർ അകല്യയെ പുകഴ്ത്തുന്ന രീതിയിൽ എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു അകല്യ. ഇതുപോലത്തെ പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. അത് വലിയ കാര്യമാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന നേരാണെങ്കിൽ നിങ്ങൾ ഈ സർക്കാരിനോട് ഒരു അപേക്ഷ നൽകുമെന്ന്. അവർ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ഗവൺമെന്റ് സ്കൂൾ ഓപ്പൺ ചെയ്യട്ടെ. പുതിയതായി ഒരു സ്കൂൾ തുറക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല അകല്യ. പക്ഷെ ചോദ്യം എന്താണെന്നാൽ, നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പഠിപ്പിക്കാൻ ആര് വരും? കാരണം നിങ്ങളുടെ ഗ്രാമത്തിനും മറ്റുള്ള ഗ്രാമത്തിനും ഒരുപാട് ദൂരമുണ്ട്. ചില ടീച്ചറുകൾ മാത്രമേ ഇതിന് സമ്മതിക്കുള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രൈമറി സ്കൂൾ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ കുട്ടികളെ പഠിപ്പിക്കാം. ഞാൻ അവർക്ക് പാഠം പറഞ്ഞു കൊടുക്കാം. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇവർ പഠിച്ചു വലിയ ആൾക്കാരായി കഴിഞ്ഞാൽ അവരെ നോക്കിയിട്ട് മറ്റുള്ള ഗ്രാമത്തിലെ കുട്ടികളും ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് പഠിക്കാൻ തുടങ്ങും. കുറഞ്ഞത് ഒരു ആരംഭമെങ്കിലും വേണമല്ലോ മേഡം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് അകല്യ. യാതൊരു വലിയ കാര്യത്തിനും ആരംഭമെന്നുണ്ടാകണം. നാളെ തന്നെ ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരാം. അകല്യ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം കലക്ടർ അകല്യയുടെ ഗ്രാമത്തിലേക്ക് സ്ഥലം നോക്കാനായി വന്നു. അവിടെ സർക്കാർ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അവരുടെ ഗ്രാമത്തിലേക്ക് കലക്ടർ വന്നത് കണ്ടിട്ട് ഗ്രാമത്തിലുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ബല്ലി, അവിടെ നിന്നും ഗ്രാമത്തലവനെ കാണാനായി അദ്ദേഹം ഓടി. എന്താണ് കാര്യം ബല്ലി? ഇത്രയും ശ്വാസം മുട്ടിട്ടാണല്ലോ നീ വരുന്നത്. എല്ലാം ശരിയല്ലേ? ഇത്രയും കാലം എല്ലാം ഓക്കെ ആയിരുന്നു മുതലാളി. പക്ഷെ ഇനി ഓക്കെ ആവുന്ന എനിക്കൊരു സംശയമുണ്ട്. അതിന് ഗ്യാരണ്ടിയും ഇല്ല. നീ എന്താ പറയാൻ വരുന്നേ? ചേടാ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? നമ്മുടെ ഗ്രാമത്തിൽ കളക്ടർ വന്നിട്ടുണ്ട്. കുറച്ചായിട്ട് എന്റെ ചെവിക്ക് ഒരു കാര്യം വന്നിട്ടുണ്ട് മുതലാളി. നമ്മുടെ ഗ്രാമത്തിൽ പഠിച്ച് എഴുതാൻ അറിഞ്ഞ പെണ്ണ് അഹല്യല്ലേ, ഇന്നലെ തന്നെ അവള് പോയി കളക്ടറെ കണ്ടു തന്നു. അവര് വേഗം തന്നെ നമ്മുടെ ഗ്രാമത്തില് ഒരു ഗവൺമെന്റ് സ്കൂള് നടത്താൻ പോവാന്നാ പറയുന്നത്.
ബല്ലി പറഞ്ഞത് കേട്ടിട്ട് തലവർ വളരെ ദേഷ്യത്തോടെ എന്തു പറഞ്ഞെന്നാൽ, എനിക്ക് ആ സുഖ്ദേവിന്റെ ഭാര്യ അഹല്യനെ വിചാരിച്ചാൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പഠിക്കാൻ എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ കുട്ടീനെയും പിന്നെ ആ ഭർത്താവിനെയും കൂട്ടിയിട്ട് നഗരത്തിൽ പോകാൻ പറഞ്ഞു. പക്ഷേ അവൾ വന്നിട്ട് ഗ്രാമത്തിലുള്ള പിള്ളേരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാനാണ് തലവരെ. എന്നാ വെച്ചാൽ ഇത് നമുക്ക് വലിയൊരു പ്രശ്നമാണല്ലോ വരാൻ പോകുന്നത്. അത് എങ്ങനെ? എടാ മണ്ട, ഗ്രാമത്തിലുള്ള ചെക്കന്മാരൊക്കെ പഠിക്കാൻ തുടങ്ങിയാലേ പിന്നെ പിற்കാലത്ത് അവന്മാരായിരിക്കും തലവരാവാൻ പോകുന്നത്. ഈ കാര്യം മറക്കാൻ പാടില്ല ബല്ലി. അവരുടെ അച്ഛനമ്മമാർക്കൊക്കെ നമ്മൾ പലിശക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് ചെയ്യുന്ന കൃഷിയിൽ നിന്ന് നമ്മളെല്ലാം കാശ് എടുക്കുന്നത്. അതും ആ എല്ലാ വളച്ചിലും നമ്മൾ കുറഞ്ഞ വിലക്കാണ് എടുക്കുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പിന്നെ നമ്മൾ മൂടിയിട്ട് പോകണം. വാ പോവാം. എവിടെ പോവാൻ? ജമീന്ദാർ ചൗധരി വീട്ടിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ ബല്ലിയെ വിളിച്ചുകൊണ്ട് നേരെ ചീതാ ചൗധരിയുടെ വീട്ടിലേക്ക് ചെന്നു. ചൗധരി വിജയ് സിംഗ് തലവനെ കണ്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് തലവരെ. വേഗം എന്റെ കൂടെ വരൂ, നമുക്ക് പോയി കളക്ടറെ കണ്ടേക്കാം. നമ്മൾ വേഗം അവരുടെ അടുത്ത് പോയിട്ടേ നമ്മുടെ പേരും പുകഴൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞേക്കാം. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്, വരൂ പോവാം. ചൗധരി വിജയ് സിംഗ് പിന്നെ തലവൻ നേരെ കളക്ടറെ കാണാനായി ചെന്നു. അപ്പോ അവർ അകലിയോട് സംസാരിക്കുന്നതിൽ വളരെ ബിസിയായിരുന്നു. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ഗവൺമെന്റ് സ്കൂൾ കെട്ടാൻ പോവാണെന്ന്. നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. എന്താ, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കഷ്ടമുണ്ടോ? കഷ്ടാണ്, അതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നത്. ഇവിടെ നോക്കൂ, ഈ ഗ്രാമത്തിൽ കുറെ പഠിക്കാത്തവരുണ്ട്. ഇനി അവര് പഠിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? എങ്ങനെ പോന്നു അങ്ങനെ തന്നെ പോയട്ടെ. നിങ്ങൾ എല്ലാരും നാണക്കെടണം. നിങ്ങളുടെ ഗ്രാമത്തിലുള്ള കുട്ടികൾ പഠിച്ച് വലിയ ആളായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗ്രാമത്തിനല്ലേ മഹത്വം. ഞങ്ങൾ ഗ്രാമത്തിന്റെ പേര് ഞങ്ങൾ തന്നെ ഗൗരവപ്പെടുത്തിയേക്കാം. അതിന് ഈ ഗ്രാമത്തിലുള്ള പിള്ളേർ പഠിക്കണമെന്ന് ആവശ്യമില്ല. ഞങ്ങൾ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു പക്ഷേ ഗവൺമെന്റ് സ്കൂൾ നടത്താൻ വേണ്ടി സമ്മതിച്ചാൽ ഞങ്ങൾക്ക് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ കുറെ വഴികളുണ്ട്. അത് മറക്കണ്ട, നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ. മനസ്സിലായോ? ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ പിന്നെ ചൗധരി വിജയ് സിംഗ് അവിടെ നിന്നും പോയി. കളക്ടർ അകല്യയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഐ എം സോറി അകല്യ, ഈ രണ്ടുപേരും ഈ ഗ്രാമത്തിലുള്ളതുവരെ ഈ ഗ്രാമത്തിലേക്ക് തീർച്ചയായും ഒരു സ്കൂള് വരില്ല. നിങ്ങളോട് ഞാനിത് പറയാൻ പാടില്ല, എന്നാലും എന്താണെന്ന് പറയാം. ഇവർ രണ്ടുപേരും നിങ്ങളുടെ ഗ്രാമത്തിന്റെ ശത്രുക്കളാണ്. പക്ഷെ മേഡം, നിങ്ങൾ ഒരു കളക്ടറല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അവർക്കെതിരായിട്ടൊരു നടപടി എടുത്തൂടാ? ചൗധരി വിജയ് സിംഗ് വലിയ വലിയ ആൾക്കാരുമായിട്ട് ലിങ്കിലുള്ള ആളാണ്. അദ്ദേഹം എന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കും. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് വളരെ നല്ലത്. പിന്നെ ഈ ഗ്രാമത്തിൽ ഒരു സ്കൂൾ കൊണ്ടുവരണമെന്നുള്ള ചിന്തയും വിട്ടേക്കോ. ഇത് പറഞ്ഞിട്ട് കളക്ടർ അവിടെ നിന്നും പോയി. അകല്യ വളരെ സങ്കടത്തോടെ തന്റെ വീട്ടിലേക്ക് വന്നു. മറുവശത്തെ തലവൻ ചൗധരി വിജയ് സിംഗിനോട് സംസാരിച്ചു. ഇപ്പോഴാ സുഖദേവന്റെ ഭാര്യ അഹല്യനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങളൊന്നും വിഷമിക്കണ്ട. അഹല്യന്റെ ഭർത്താവ് സുഖദേവ് എന്റെ അടുത്ത് പലിശയ്ക്ക് വേണ്ടി കാശ് വാങ്ങിയിട്ടുണ്ട്. ഇവൻ ഒരുത്ത മാത്രമാണ് നമ്മുടെ പത്രത്തില് ഒന്നിലും കൈയൊപ്പ് വെക്കാതെ ഇരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറക്കരുത് തലവരെ, എല്ലാ കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ ഗ്രാമത്തിന്റെ തലവന്മാർ, നമ്മൾ വിചാരിച്ചാൽ എന്തും മാറ്റാൻ പറ്റും. അടുത്ത ദിവസം ചൗധരി വിജയ് സിംഗും തലവനും സുഖദേവിനെ കാണാനായി വയലിലേക്ക് ചെന്നു. പിന്നെ സുഖദേവിന്റെ വയൽ അവർ പിടിച്ചെടുത്തു. സുഖദേവ് മുഖത്തിൽ സങ്കടത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹം അവിടെ വന്നു നോക്കി. അകല്യയും കമലയും സങ്കടത്തോടെ നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിന്റെ പുറത്ത് എന്തിനാ ഇത്ര ശോകമായിട്ടിരിക്കുന്നത്? വിജയ് സിംഗും തലവനും റൗഡി ആളുകളെ അയച്ച് ഞങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ നിന്നും പുറത്തേക്ക് അയച്ചു. തന്റെ ഭാര്യ അകല്യ പറഞ്ഞത് കേട്ട് സുഖദേവ് ഒരുപാട് സങ്കടപ്പെടാൻ തുടങ്ങി. അകല്യ വളരെ ദേഷ്യത്തോടെ നേരെ ചൗധരി വിജയ് സിംഗിന്റെ വീട്ടിലേക്ക് ചെന്നു. ശരി, നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ചൗധരി? നിന്നെ കണ്ട് ഞാൻ പേടിച്ചു പോകുമെന്ന് കരുതിയിരിക്കുകയാണോ? അതൊരിക്കലും നടക്കില്ല ചൗധരി. ഞാൻ ഈ ഗ്രാമത്തിലേക്ക് തീർച്ചയായും സ്കൂൾ കൊണ്ടുവന്നിരിക്കും. ഞാൻ നോക്കട്ടെ ഇതിനു മുകളിൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ആദ്യം നീ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലം നോക്കുക അഹല്യ. എന്റെ പേര് അഹല്യാണ്, പക്ഷെ നീ ഒന്നും പൈസക്കാരിയല്ലല്ലോ. അകല്യ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. സുഖദേവ് തന്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് കാട്ടിൽ കൂടി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു വയസ്സായ മുത്തശ്ശി കുനിഞ്ഞു നടന്നുകൊണ്ട് ഒരു വലിയ പാന എടുത്തുകൊണ്ട് അകല്യയുടെ അടുത്ത് വന്ന് എന്തു പറഞ്ഞെന്നാൽ, എന്താ മോളെ കാര്യം? നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? അകല്യ ആ വയസ്സായ മുത്തശ്ശിയെ തുറിച്ചു നോക്കി. അകല്യയ്ക്ക് ആ വയസ്സായ മുത്തശ്ശിയുടെ കണ്ണുകളിൽ എന്തോ ഒരു അത്ഭുതം തോന്നി. അകല്യ കരഞ്ഞുകൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് പറഞ്ഞു.
ഈ ലോകത്തെ യാതൊരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതുന്നുവോ അവന് തീർച്ചയായും എതിർപ്പുകൾ ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വയസ്സായ മുത്തശ്ശി ആ വലിയ പാന അകലേക്ക് നൽകി. ഇതെന്താണമ്മേ? ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാം നിന്നോട് പറയാം. ഈ പാന എടുത്തുകൊണ്ട് നിന്റെ ഗ്രാമത്തിലേക്ക് നീ പോ. നീ ഈ പാന കൊണ്ടുപോയി തറയിൽ വെച്ചാൽ മതി. ഈ പാന ഉടനെ ഒരു പാന പള്ളിക്കൂടമായി മാറും. ഇതൊരു മാന്ത്രിക പാനയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മുത്തശ്ശി അവിടെ നിന്നും പോയി. സുഖദേവ് തന്റെ ഭാര്യയോട് പറഞ്ഞു, ആരാണെന്ന് അറിയില്ല, പക്ഷെ അവർ പറഞ്ഞതൊക്കെ നേരാണെന്ന് എനിക്ക് എന്തുകൊണ്ട് തോന്നുന്നെന്ന് അറിയില്ല. നിനക്ക് എന്താ തോന്നുന്നത്? ഈ പാന ശരിക്കും മായ പാന സ്കൂളായിട്ട് മാറാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ശരി, വരൂ പോകാം. സുഖദേവ് തന്റെ കുടുംബത്തോടൊപ്പം തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അകല്യ ആ പാന ഭൂമിയിൽ വെച്ചതും തന്നെ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. പിന്നെ അകല്യയുടെ മുൻപിൽ ഒരു വലിയ ബ്രഹ്മാണ്ഡമായ പാന സ്കൂൾ ഉണ്ടായി. അകല്യയും അവരുടെ കുടുംബവും വളരെ ആശ്ചര്യത്തോടെ ആ പാന സ്കൂളിനകത്തേക്ക് പോയി. അകല്യ നോക്കി, ആ പാന സ്കൂളിനകത്ത് എല്ലാ രീതിയിലുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. അവിടെ കഴിക്കാൻ, കുടിക്കാൻ, പിന്നെ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും, പിന്നെ നിറയെ പുസ്തകങ്ങൾ, പിന്നെ കമ്പ്യൂട്ടേഴ്സും ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് നേരാണ്. ഇനി നമുക്ക് താമസിക്കാൻ സ്ഥലമില്ല എന്നുള്ള സങ്കടം വേണ്ട. നാളെ മുതൽ ഈ ഗ്രാമത്തിൽ ഈ പാന പള്ളിക്കൂടത്തിൽ ഞാൻ പാഠം നടത്തും. അതിനുശേഷം ആ ഗ്രാമത്തിലെ ഓരോ വീടായി ചെന്ന് അകല്യ കതക് തട്ടി. പിന്നെ തന്റെ പാന സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കാനായി അവർ അവരോട് ചോദിച്ചു. ആരംഭത്തിൽ ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ കുട്ടികളെ അയക്കാൻ പേടിച്ചു. പിന്നെ അതിനുശേഷം എല്ലാം മാറാൻ തുടങ്ങി. ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും ആ സ്കൂളിൽ ചെന്ന് പഠിക്കാൻ തുടങ്ങി. ഈ കാര്യം ചൗധരി വിജയ് സിംഗ് പിന്നെ തലവന്റെ കാതുകളിൽ ചെന്നെത്തിയപ്പോൾ, പക്ഷേ ഇങ്ങനത്തെ കാര്യമൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് തലവരെ? അതും നമ്മള് ആ പാന സ്കൂളിൽ പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചൗധരി വിജയ് സിംഗ് പിന്നെ തലവൻ ആ പാന പള്ളിക്കൂടത്തിലേക്ക് ചെന്നു. അകത്തുള്ള അവസ്ഥ കണ്ട് അവർ രണ്ടുപേരും സ്തംഭിച്ചു പോയി നിന്നു നോക്കി. അകല്യ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കുകയായിരുന്നു. ഇതൊക്കെ എന്താണ് അഹല്യ? ഇപ്പൊ തന്നെ ഈ കുട്ടികൾക്കൊക്കെ പാഠം നടത്തി നിർത്തിയോ? ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ചൗധരി വിജയ് സിംഗ് ഇങ്ങനെ പറഞ്ഞതേയുള്ളൂ. ഉടനെ ആ സ്കൂളിൽ സൈറൻ അടിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം ചൗധരി വിജയ് സിംഗ് പിന്നെ തലവൻ ഒരു കൂട്ടിനകത്ത് കുടുങ്ങിപ്പോയി. ആ കൂട്ടിനകത്തു നിന്നും ഒരു ശബ്ദം വന്നു. ഉടനെ ചീഫ് മിനിസ്റ്ററിനെ കംപ്ലൈന്റ് നൽകേ. ആ ശബ്ദം കേട്ടതും അകല്യ സന്തോഷത്തോടെ തന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഉടനെ നമ്മുടെ നാട്ടിലെ ചീഫ് മിനിസ്റ്ററിന് ഒരു മെയിൽ അയക്കൂ കുട്ടികളെ. മെയിൽ എങ്ങനെ അയക്കണമെന്ന് കുറച്ചു ദിവസത്തിനു മുൻപേ അല്ലേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? ഗ്രാമത്തിലെ കുട്ടികൾ ഉടനെ ചീഫ് മിനിസ്റ്ററിനെ മെയിൽ അയച്ചു. ഇത് കണ്ടതും ചൗധരി വിജയ് സിംഗിനും തലവനും മുഖം ആകെ സ്തംഭിച്ചു പോയി. ഇപ്പൊ കണ്ടോ പഠിപ്പിന്റെ മഹത്വം എന്താണെന്ന്? ഈ കുട്ടികൾ നിങ്ങൾക്കെതിരായി ചീഫ് മിനിസ്റ്ററിന് മെയിൽ അയച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, സിറ്റിയിൽ നിന്നും പോലീസ് ഇവിടേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാനാവില്ല. മനസ്സിലായോ? തലവനും ചൗധരി വിജയ് സിംഗും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവരുടെ ശബ്ദം പുറത്തുപോലും കേട്ടില്ല. അടുത്ത ദിവസം ചൗധരി വിജയ് സിംഗ് പിന്നെ തലവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. ഇപ്പോൾ അകല്യ വളരെ ഫ്രീ ആയിട്ട് ആ പാന പള്ളിക്കൂടത്തിൽ അവിടുത്തെ ഗ്രാമത്തിലെ കുട്ടികൾക്കൊക്കെ സമാധാനത്തോടെ പാഠം പഠിപ്പിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം ആ വയസ്സായ മുത്തശ്ശി അകല്യയെ കാണാനായി വന്നു. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞതേയില്ലല്ലോ അമ്മേ. നിനക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മാത്രം മതി. ഞാൻ മറ്റൊരു ഗ്രഹത്തിലുള്ള ജീവിയാണ്. പിന്നെ ഈ പാന ഞങ്ങളുടെ ഗ്രഹത്തിൽ ഒരു ഗാഡ്ജറ്റ് ആണ്. മനസ്സിലായോ? പിന്നെ നിന്റെ ലോകത്തെ ഒരു മാന്ത്രിക പാന സ്കൂൾ. ഇനി ഇത് നിന്റെ സ്വന്തമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വയസ്സായ മുത്തശ്ശി അവിടെ നിന്നും പോയി. അകല്യ ഇന്നും തന്റെ മാന്ത്രിക പാന സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അകല്യ കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് ആ നാട്ടിന്റെ ചീഫ് മിനിസ്റ്ററും കളക്ടറും അകല്യയ്ക്ക് സമ്മാനം നൽകി അവരെ ഗൗരവപ്പെടുത്തി.